നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നല്ലൊരു ശതമാനം പ്രവാസി കുടുംബങ്ങളും ദുബായിലെ താമസക്കാരാണ്. ജോലി ചെയ്യാനും താമസിക്കാനും സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിലായാലും ദുബായ് മുന്നിൽ തന്നെയാണ്. സമൂഹത്തിന്റെ നന്മ ഉദ്ദേശിച്ച് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആഹ്ലാദം പകരുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ദുബായ് നടപ്പിലാക്കി വരുന്നത്. അതൊരു വലിയ കാര്യമാണ്. ജനങ്ങളുടെ ക്ഷേമം മാത്രമല്ല, അവരുടെ സന്തോഷത്തിനു കൂടിയാണ് ദുബായ് പ്രാധാന്യം നൽകുന്നത്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ഹാപ്പിനെസിന്റെ നേതൃത്വത്തിൽ ദുബായ് പോലീസ് നടപ്പിലാക്കി വരുന്നത് 22 പദ്ധതികളാണ്. ഈ പദ്ധതികളിലൂടെ കഴിഞ്ഞ വർഷം മാത്രം 10 ലക്ഷത്തിലേറെ പേർക്ക് ആശ്വാസം പകരാൻ സാധിച്ചതായി അധികൃതർ വ്യക്തമാക്കി. സുരക്ഷ, സേവനം, ഭരണം, ട്രാഫിക് തുടങ്ങിയ വിവിധ മേഖലകളിൽ 205 കരാറുകൾ ഒപ്പിടാൻ സാധിച്ചതടക്കം നിരവധി നേട്ടങ്ങളും ഈ കാലയളവിലുണ്ടായി. സുരക്ഷ പ്രോത്സാഹിപ്പിക്കുക, സ്ഥാപനപരമായ പ്രകടനം കാര്യക്ഷമമാക്കുക, സന്തോഷം വർദ്ധിപ്പിക്കുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, മാനുഷിക മൂലധനം വികസിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ വെച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കിയത്. ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽ മർറി കമ്മ്യൂണിറ്റി ഹാപ്പിനെസ് വിഭാഗത്തിൽ നടത്തിയ സന്ദർശന സമയത്താണ് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ വെളിപ്പെടുത്തിയത്. 9 എക്സിബിഷനുകളിൽ ദുബായ് പോലീസ് പങ്കെടുത്തിട്ടുമുണ്ട്. കുട്ടികൾക്കായി നടപ്പിലാക്കിയ ചൈൽഡ് ഹാപ്പിനെസ് ഇനിഷ്യേറ്റീവ് പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഇതിലൂടെ പോലീസിനെ കുറിച്ചുള്ള കുട്ടികളുടെ മുൻധാരണകൾ തിരുത്തുകയും അവരുടെ ധൈര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. 54 കുട്ടികൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചത്. രോഗികളായ കുട്ടികൾക്ക് തങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിച്ചു കൊടുക്കുന്ന ചടങ്ങുകളും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. കായിക മേഖലയിലും കഴിഞ്ഞ വർഷം നിരവധി പരിപാടികൾ പോലീസ് നടപ്പിലാക്കിയിട്ടുണ്ട്. 2021 11 പോലീസ് ചാമ്പ്യൻഷിപ്പുകൾ ഉൾപ്പെടെ 92 ചാമ്പ്യൻഷിപ്പുകളിൽ ദുബായ് പോലീസ് സ്പോർട്സ് ടീമുകൾ പങ്കെടുത്തിട്ടുണ്ട്. വിവിധ പരിപാടികളിൽ നിന്നായി 83 സ്വർണവും 68 വെങ്കലവും 52 വെള്ളിയും ടീമുകൾ നേടിയെടുത്തിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ സമൂഹവുമായി സംവദിക്കുന്ന സംവിധാനങ്ങളിലും വലിയ മുന്നേറ്റം കഴിഞ്ഞ വർഷമുണ്ടായി. അതുപോലെ കഴിഞ്ഞ ദിവസം വളരെ മാതൃകാപരമായ പദ്ധതി UAE പ്രഖ്യാപിച്ചിരുന്നു. വിശന്നിരിക്കുന്നവരിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള പുതിയ സംവിധാനമാണ് UAE ഭരണകൂടം പ്രഖ്യാപിച്ചത്. ബ്രെഡ് ഫോർ ഓൾ എന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ഓരോ ദിവസവും വിവിധ സമയങ്ങളിൽ പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും സൗജന്യമായി റൊട്ടി നൽകുന്നതാണ് ഈ സംവിധാനം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ വീക്ഷണമാണ് ഈ പദ്ധതിയിലൂടെ സാക്ഷാത്കരിക്കുന്നത്. വിവിധ ഔട്ട്ലെറ്റുകളിൽ സ്ഥാപിക്കുന്ന സ്മാർട്ട് മെഷീനുകൾ വഴി ആവശ്യക്കാർക്ക് ഫ്രഷ് ബ്രെഡ് എത്തിക്കുകയാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ആധുനികവും സുസ്ഥിരവുമായ മാതൃകയാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. നിർധന കുടുംബങ്ങളെയും തൊഴിലാളികളെയും ലക്ഷ്യമിട്ടുള്ള സൗജന്യ ബ്രെഡ് പദ്ധതി ഔഖാഫ് ആൻഡ് മൈനേഴ്സ് അഫയേഴ്സ് ഫൗണ്ടേഷന്റെ കീഴിലുള്ള മുഹമ്മദ് ബിൻ റാഷിദ് ഗ്ലോബൽ സെന്റർ ഫോർ എൻഡോവ്മെന്റ് കൺസൾട്ടൻസിയാണ് പ്രഖ്യാപിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.